യൂറോ കപ്പിൽ പതിവ് ശൈലി വിട്ട് കുതിച്ചു കയറി സ്പാനിഷ് ടീമിൽ ശ്രദ്ധ നേടിയ രണ്ട് യുവതാരങ്ങളാണ് കൗമാര താരം ലാമിൻ യമാലും 21-കാരൻ നിക്കോ വില്യംസും. ഇരുവരും വിങ്ങുകളിലൂടെ നടത്തുന്ന മിന്നൽ പിണറുകൾ എതിരാളികൾക്ക് നൽകുന്ന ആഘാതം ചെറുതല്ല. കളിക്കളത്തിൽ കൊള്ളിയാൻ പോലെ കുതിക്കുന്ന നിക്കോ വില്യംസിന്റെ ജീവിതകഥ അവിശ്വസനീയവും അത്ഭുതപ്പെടുത്തുന്നതുമാണ്. ഇതേക്കുറിച്ച് ഫുട്ബോൾ ലേഖകൻ ഡോക്ടർ മുഹമ്മദ് അഷ്റഫ് പങ്കുവച്ച കുറിപ്പാണ് ഈ വീഡിയോ. ചിരിച്ചുകൊണ്ട് ഗോളടിച്ചും അടുപ്പിച്ചും ലാമിൻ യമാലിനൊപ്പം ജർമ്മനിയുടേതടക്കം വമ്പൻ പ്രതിരോധ നിരകൾ തകർത്തെറിഞ്ഞ് മുന്നേറുകയും അത് ആസ്വദിക്കുകയും ചെയ്യുന്ന നിക്കോ വില്യംസിന്റെ പുഞ്ചിരിയുടെ പിന്നിലെ കണ്ണീരിന്റെ കഥയറിയുമോ? ഗാനയിൽ നിന്ന് കാൽനടയായി സഹാറയുടെ നടുവിലൂടെ 3 രാജ്യങ്ങളുടെ അതിർത്തി കടന്ന് സ്പെയിനിൽ പ്രവേശിച്ച് അവിടുന്ന് നാടുകടത്തലിന്റെ വക്കിലെത്തിയ മാതാപിതാക്കളുടെ മകനാണ് നമ്മുടെ സൂപ്പർ ഹീറോ നിക്കോ വില്യംസ്. 1990-ൽ ഗാനയിലെ അക്ര നഗരത്തിൽ നിന്നും UK-യിലേക്ക് കുടിയേറാനായിരുന്നു ഫെലിക്സ് വില്യംസും മറിയ കംഫർട്ട് ആർത്തറും ആദ്യം തീരുമാനിച്ചത്. എന്നാൽ കുറഞ്ഞ ചെലവിൽ പെട്ടെന്ന് അഭയവും ജോലിയും ലഭിക്കുന്ന സ്പെയിനിൽ അവരെ എത്തിക്കാമെന്ന് ഒരു കടത്തുകാരൻ പ്രലോഭിപ്പിച്ച് കയ്യിലുള്ളതൊക്കെ വാങ്ങിയെടുത്ത് സഹാറയുടെ ഒത്തനടുവിൽ കൊണ്ടിറക്കി കടന്നു കളഞ്ഞു. തുടർന്ന് 9 രാവും പകലും നടന്ന് വെള്ളവും ഭക്ഷണവുമില്ലാതെ സ്വന്തം മൂത്രം വരെ കുടിച്ച് എങ്ങനെയൊക്കെയോ ദീർഘവും വേദനാജനകവുമായ യാത്രയ്ക്ക് ശേഷം ഫെലിക്സും മറിയയും ഒടുവിൽ മെലിലയിലെത്തി. വടക്കേ ആഫ്രിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്പാനിഷ് നഗരമാണിത്. നഗരത്തിന്റെ അതിർത്തിയിലെ പടുകൂറ്റൻ കമ്പിവേലി ചാടിക്കടന്നവർ സ്പാനിഷ് പ്രവിശ്യയിൽ കടന്നതും അതിർത്തി രക്ഷാസേനയുടെ പിടിയിൽപ്പെട്ട് ജയിലിലുമായി. അപ്പോഴേക്കും മരുഭൂമിയിൽ വെച്ച് പാദരക്ഷകൾ നഷ്ടപ്പെട്ട് വെറുംകാലിൽ നടന്ന് അത് പൊട്ടി പഴുത്തൊലിച്ച് വ്രണമായി അങ്ങേയറ്റം രോഗാവസ്ഥയിലായിരുന്നു ഫെലിക്സ്. മാത്രമല്ല, ഒപ്പം സഞ്ചരിച്ചിരുന്ന കൂട്ടുകാരുടെയും ബന്ധുക്കളിൽ ചിലരുടെയും അവിടെ വെച്ചുള്ള പിടഞ്ഞു വീണ മരണവും ഒറ്റയ്ക്ക് അവരെ സംസ്കരിക്കേണ്ടി വന്ന സങ്കടസ്ഥിതിയും അയാളുടെ മാനസികാവസ്ഥ അപകടകരമായ സ്ഥിതിയിലെത്തിച്ചിരുന്നു. ആ നേരത്താണ് ജയിലിൽ അവരെ പരിചരിക്കാനും നിയമസഹായം നൽകാനുമായി ഒരു കാരിത്താസ് വൈദിക അഭിഭാഷകൻ അവിടെ എത്തിയത്. നിക്കോ വില്യംസിന്റെ മാതാപിതാക്കൾ തടവിലാക്കപ്പെട്ട രേഖകളില്ലാത്ത കുടിയേറ്റക്കാരായതിനാൽ അവരെ നാടുകടത്താനുള്ള നടപടി സ്പാനിഷ് സർക്കാർ ആരംഭിച്ചിരുന്നു. എന്നാൽ അവരുടെ സത്യസന്ധമായ പെരുമാറ്റവും ദൈന്യതയും ആ വൈദികനെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു. അദ്ദേഹം അവർക്കൊരു ഉപദേശം നൽകി. തങ്ങൾ ഗാനയിൽ നിന്നുള്ളവർ അല്ലെന്നും ഘോരയുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യമായ ലൈബീരിയയിൽ നിന്ന് ജീവനും കൊണ്ടോടി രാഷ്ട്രീയ അഭയം തേടി വന്നവരാണെന്നും വാദിക്കണമെന്ന് അവരെ പഠിപ്പിച്ചു. ഹിയറിംഗ് ദിവസം ഫെലിക്സും മറിയയും തങ്ങൾ ഗാനയിൽ നിന്ന് വന്നതാണെന്ന് കാണിക്കുന്ന രേഖകൾ ആ നല്ല മനുഷ്യന്റെ സഹായത്തോടെ നശിപ്പിക്കുകയും ചെയ്തിരുന്നു. ആ സമയം മറിയ നിക്കോയുടെ മൂത്ത സഹോദരൻ ഇനാക്കിയെ 5 മാസം ഗർഭിണിയായിരുന്നു. എന്തായാലും ഒടുവിൽ ഭാഗ്യം അവരെ തേടി വന്നു. ആ വൈദിക അഭിഭാഷകന്റെ സഹായത്തോടെ അവർ യുദ്ധബാധിതരായ ലൈബീരിയയിൽ നിന്നുള്ളവരാണെന്നും ആഭ്യന്തര യുദ്ധത്തിന്റെ ഇരകളാണെന്നും അവർ തങ്ങളുടെ കേസിന്റെ വാദം കേട്ട ജഡ്ജിയോട് എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. ഒടുവിൽ ദമ്പതികൾക്ക് രാഷ്ട്രീയ അഭയം ഉണ്ടാവുകയും സ്പെയിനിൽ പ്രവേശിക്കാൻ അനുമതി ലഭിക്കുകയും ചെയ്തു. ആ വൈദികന്റെ സഹായത്തോടെ തന്നെ അവർക്ക് പാർപ്പിടവും തൊഴിലവസരവും കണ്ടെത്താനുമായി. നന്ദി സൂചകമായി ഫെലിക്സും മറിയവും തങ്ങളുടെ മൂത്ത മകന്റെ പേര് നൽകിയത് ഇനാക്കി എന്നായിരുന്നു. അവരുടെ കാണപ്പെട്ട ദൈവമായ വൈദികന്റെ പേര് ഇനാക്കി മർഡൻസ് എന്നായിരുന്നു. തുടർന്നും അവർക്ക് അവരുടെ ദൈവദൂതന്റെ സഹായം ലഭിച്ചിരുന്നു. സാഹചര്യങ്ങൾ മാറുകയും അവിടെ സന്തുഷ്ടമായി പുതിയ ജീവിതം കണ്ടെത്തിയ ശേഷമായിരുന്നു നിക്കോയുടെ ജനനം. 2002 ജൂലൈ 12 പാമ്പലോണയിലായിരുന്നു നിക്കോ ജനിച്ചത്. 10ാം വയസ്സ് മുതൽ ചേട്ടനൊപ്പം CD പാമ്പലോണ യൂത്ത് അക്കാദമിയിൽ ഗതിവേഗമാണ് നിക്കോയെ പരിശീലകരുടെ പ്രിയപ്പെട്ടവരാക്കിയത്. പെട്ടെന്ന് തന്നെ പ്രൊഫഷണൽ കരിയർ കണ്ടെത്താൻ അത് സഹായിച്ചു. തുടർന്ന് ഒസാസുനയിലും അത്ലറ്റിക്കോ ബിൽബാവയിലും 2010 മുതൽ സ്പാനിഷ് യൂത്ത് ടീം അംഗം. 2022 ലാ റാഗോസിന്റെ മുന്നണി പോരാളി. ഇതുവരെ 18 മത്സരങ്ങളിൽ പങ്കെടുത്തു. ഇത്തവണ യൂറോ അടക്കം 3 ഗോളുകളും നേടി. ചേട്ടൻ ഇനാക്കി വില്യംസ് അനിയനോടൊപ്പം ബിൽബാവോയിൽ തന്നെയുണ്ട്. എന്നാൽ യൂത്ത് ടീമുകൾ ജന്മദേശത്തിന് കളിച്ച ശേഷം ഇപ്പോൾ കളിക്കുന്നത് മാതാപിതാക്കളുടെ ജന്മനാടായ ഗാനയ്ക്ക് വേണ്ടിയും.